ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പം അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ പുറകെ പോകുന്നുണ്ടല്ലോ. മറുപടി പറയാൻ ഉദ്ദേശിക്കുക അസംബന്ധങ്ങൾക്ക് മറുപടി ഇല്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ലോ. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. എന്തിനാ ഈ വ്യഗ്രത? ഞാൻ പോകുന്നില്ലല്ലോ. ശരി, ഇനിയും അങ്ങയോടുള്ള ചോദ്യം, എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി അങ്ങ് കിട്ടിയിട്ടുണ്ടോ? ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ? എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി പറഞ്ഞല്ലോ. ആർക്കും പരാതി ചമയ്ക്കാം. CPM ഒക്കെ വിചാരിച്ച് എളുപ്പത്തിൽ പറ്റും. അങ്ങനെ ഞാൻ ഒന്ന് പറയട്ടെ. രാഹുലിന്റെ പേര് പൊന്നു സഹോദരൻ അത് കളവാണെന്നാണോ? എന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് അങ്ങ് പറയും. ഹണി ഭാസ്കർ അങ്ങയുടെ പേര്. ഹണി ഭാസ്കർ എന്താ പറഞ്ഞേ? അങ്ങ് ഹണി ഭാസ്കറിനെ പറ്റി മറ്റുള്ളവരുടെ മോശമായ രീതി പ്രചരിപ്പിക്കും. അത് അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് പറയട്ടെ. ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം അവർ പങ്കുവെക്കാത്തത്. സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്യുന്ന നിയമം പറയേണ്ടി വരത്തില്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. അവർ പറഞ്ഞത് രാഹുൽ അവരുമായി മോശമായി ചാറ്റ് ചെയ്യുമെന്ന് രാഹുൽ മറ്റാളുകളോട് പറഞ്ഞു എന്നാണ്. അത് അവരല്ലേ തെളിയിക്കണ്ടേ?